നമ്മളിവിടെ ഉച്ചകൊണ്ട് റെഡിയായി. ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ കഴിക്കാമെന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലല്ലേ. ഞാനൊന്നും രണ്ട് രോഗികളെന്ന് പറഞ്ഞാൽ അമ്മയുടെ അനിയത്തിയാണ്. പക്ഷെ 90 വയസ്സ് 95 വയസ്സുണ്ട്. കാണാൻ പോയി. ഞാൻ ചെന്നിട്ട് മനസ്സിലായൊന്നും ഇല്ല, കിടക്കുകയാണ്. നല്ല പൊന്നുപോലെ നോക്കണുണ്ട് അവർ. ഒരു മരുമകളുള്ളത് നല്ലോണം നോക്കണ്ട. അത് കാരണം നല്ല ശരിക്കും വൃത്തിയിൽ കിടപ്പുണ്ട് നല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു വീട്ടിലും കൂടെ ഞാൻ പോയി. അതും വല്യച്ഛൻ്റെ മരുമകളാണ്. നമ്മളെല്ലാവരെയും നമുക്ക് ചിലപ്പോൾ എന്നാങ്കിലും ഒരു ദിവസം ചിലപ്പോൾ ഇച്ചിരി ചോറൊക്കെ തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ മറക്കണ ശരിയില്ലല്ലോ. അപ്പോൾ അവർ ഞാനിന്ന് പോയി കണ്ട്. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴും അവർ ചെന്ന് കാണാറുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് ഇനി പോയിട്ടില്ല. അപ്പോൾ അവിടെ നിന്നൊക്കെ ചോറിനായിട്ട് അവരൊക്കെ കുറച്ച് തിരക്കാണ്. വേറെ എന്തോ പള്ളിയിലൊക്കെ എന്തോ പരിപാടിയുള്ള കാരണം ഉച്ചയ്ക്ക് വന്നിട്ട് ഉണക്കമീനൊക്കെ വറുത്ത് ചോറ് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് നല്ല ടേസ്റ്റാണ് അവർ വറുത്തെന്നാലും. പക്ഷെ എന്നേലും ഞാൻ പെട്ടെന്ന് പോന്നു. മഴയൊക്കെ അല്ലേ, അത് കാരണം പോന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ വന്ന് വെച്ച് പിന്നെ പച്ചക്ക വെച്ച് മീൻ നമ്മുടെ ഇന്നത്തെ മീൻകറിയാണ്. പണ്ടൊക്കെ അമ്മയുടെ അനിയത്തിയൊക്കെ ഇഷ്ടം പോലെ പലപ്പോഴും കൂടെ പോകുള്ളൂ. എങ്കിൽ തന്നെയും സത്യത്തിൽ എന്നെ ഞാനാക്കിയത് അമ്മയുടെ അനിയത്തിയാണ്. അത് കാരണം ഞാൻ മിക്കവാറും തന്നെ പോകാറുണ്ട്, കാണാറുണ്ട്. ഓർമ്മയില്ല എന്നെ. പിന്നെ വെള്ളക്കെട്ടൊക്കെ തുറന്ന് പിള്ളേരൊക്കെ കൈയും കാലൊക്കെ ഒടിഞ്ഞൊക്കെ ഇരിപ്പുണ്ട് ഞങ്ങളുടെ പിള്ളേരൊക്കെ മതിലിൽ ചാടിയൊക്കെ. അപ്പോൾ ഇനി എല്ലാവർക്കും ആശംസകളെ നേരം നല്ലോണമൊക്കെ പഠിച്ചെല്ലാവരുമൊക്കെ നല്ല മക്കളൊക്കെ ആയിട്ട് വളരണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.